ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സെയിൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പയാണ്. വൈകുന്നേരം ചായക്കൊക്കെ നല്ല അടിപൊളി സംഭവമാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ 1/2 കിലോ കപ്പ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒരു 2 വിസിലടിച്ചിട്ട് ഇതിലെ വെള്ളമൊന്നും ഒഴിവാക്കണം. അതിന് ശേഷം മാത്രമേ നമ്മളിത് പാകം ചെയ്ത് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം കപ്പ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ആദ്യം ഒരു 2 വിസിലടിച്ചെടുക്കാം. അപ്പോൾ ഇത് 2 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ ഒരു പകുതി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കപ്പ ആയതുകൊണ്ട് അത്യാവശ്യം ഉപ്പ് വേണ്ടി വരും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 2 വിസിലടിച്ചെടുക്കാം. ഇപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, വെള്ളം ഇല്ലാതെയാണ് നമ്മുടെ കിഴങ്ങിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പകുതി ഭാഗം മാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 വിസിലടിച്ചെടുക്കാം. നല്ല വേവുള്ള കപ്പയാണെങ്കിൽ 3 വിസിൽ വരെ അടിക്കാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ 3 വിസിലിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് പാകമാണ്. ഇതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളം നമുക്ക് ഒന്ന് ഒഴിവാക്കി കളയാം. ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇതിൽ കൂടുതലുള്ള വെള്ളം ഒന്ന് വാർത്ത് കളയാം. ഇപ്പോൾ വാർത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒരു തവി വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കുക. ഒരുപാടങ്ങ് അടിച്ച് കളയരുത്, കാരണം ചെറിയൊരു പീസായിട്ട് തന്നെയാണ് നമ്മുടെ വറവ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അധികം ഒന്ന് ഇതാക്കി കളയാതെ ഒന്ന് ഇതാക്കിയെടുക്കുക. ഇനി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഈ കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 8 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ ഒരു 8 വെളുത്തുള്ളിയും കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് ഇതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കടുക് ഫുള്ളായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മൾ എടുത്തിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അങ്ങനെ ഒരു ചാൻസ് കൊടുക്കരുത്. നല്ലൊന്ന് സോഫ്റ്റായി വരട്ടെ. നല്ലൊരു സ്മെല്ലാണ് വരിക. ഇനി ഇതിൻ്റെ പുറകെ ഇതിലേക്ക് ഒരു 4 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ച് നന്നായിട്ട് എടുത്തു, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഉണക്കമുളകും കറിവേപ്പില ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കപ്പ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ല ചൂടോടെ കൂടി തന്നെ സെർവ് ചെയ്യുക. കൂടെ ഒരു കാന്താരി മുളക് കൂടി വെക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും.
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.